ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ റൈഡ് പോവാണ്. DD ഹിൽസ് എന്ന് പറയും. നന്ദി ഹിൽസ് പോലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹില്ലാണ്. അത് ഏകദേശം ബിലോ 100 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 100 കിലോമീറ്റേഴ്സ് അറൗണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന്. നമ്മളപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇന്ന് ആക്ച്വലി വർക്കിംഗ് ഡേ ആണ്, ഒരു സാറ്റർഡേ ആണ്. അതിൻ്റേതായിട്ടൊരു തിരക്കുണ്ട് റോഡിലൊക്കെ. ഞാൻ പിന്നെ ഇച്ചിരി താമസിച്ചാണ് ഇറങ്ങിയത്. ഒരു 5:15 എന്തോ ആയപ്പോഴാണ് ഇറങ്ങിയത്. ഓൾമോസ്റ്റ് 5:30 ആയി. പിന്നെ എനിക്ക് ഒന്ന് രണ്ടിടത്ത് വഴി ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനൊക്കെ കുറച്ച് ലേറ്റായി. നമ്മളങ്ങനെ ആ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറിയ ചെറിയ ട്രാഫിക് ഉണ്ടായിരുന്നു ആ റൂട്ട്. അത് മുംബൈ ഒക്കെ പോകുന്ന റൂട്ടും കണ്ട നാഷണൽ ഹൈവേ. ഇതൊരു സ്റ്റേറ്റ് ഹൈവേ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൈഡിലോട്ടൊക്കെ വരുന്നത് തന്നെ. കുറച്ച് നാളായി തണുപ്പത്തൊക്കെ യാത്ര ചെയ്തിട്ട്. കൂടുതലും ഇപ്പോൾ ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് എപ്പോഴും ചൂടാ. നമ്മളൊന്നേ ഈ റോഡിൽ കയറിയ പിന്നെ അധികം തിരക്കൊന്നുമില്ല. നല്ല സുഖമുണ്ട് പോകാൻ. റോഡ് അത്ര കുഴപ്പമില്ല, നല്ല കണ്ടീഷനൊക്കെ തന്നെ. ഇത് തുംകൂർ പോകുന്ന വഴിയാണ് ശരിക്കും ഈ സ്ഥലം. DD ഹിൽസ് തുംകൂറിന് തൊട്ടിപ്പുറത്തെന്തോ ആണ്. ഞാൻ കുറച്ച് നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. കണ്ടില്ലേ, അവിടെ എല്ലാം ഇങ്ങനെ മലകളൊക്കെ മഞ്ഞ് മൂടിപ്പോണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ. കമ്പാരിറ്റീവ്ലി നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ്. ഇപ്പോൾ ടൈം 6:45 ആയി, 6:45. നല്ല തണുപ്പുണ്ട്. വഴി നല്ല വഴിയാണ്. നല്ല ഗ്രീനറി ഉണ്ട് ഇവിടെ. മൊത്തം കൂടുതലും മരങ്ങളാണ്. നമ്മൾ മുമ്പേ കണ്ട മല. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം നമുക്ക്. ദേവരായണ ദുർഗ, അതാണ് DD ഹിൽസിന്റെ ഫുൾ ഫോം. കണ്ടില്ലേ, ബോർഡ് കണ്ടില്ലേ. തുംകൂർ നമുക്ക് ഈ റൂട്ട് പോവാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ഥലം. ഇവിടെ എൻട്രി ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെന്ന് തോന്നുന്നു. ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് 6 AM തൊട്ടന്ന് കാണിക്കുന്നുണ്ട്. ടൈമിങ് കാണിക്കുന്നുണ്ട്. ഈ റൂട്ട് നമുക്കൊരു 6 കിലോമീറ്റേഴ്സോളം പോകണം. അപ്പോഴേ നമ്മളവിടെ പ്രോപ്പർ എത്തത്തുള്ളൂ.
ഒരു ഫോറസ്റ്റ് വൈബ്. ഇവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. കുറേ റൈഡേഴ്സൊക്കെ വരുന്നുണ്ട്. ലേക്കിനോടൊക്കെ പിന്നെ നിർത്താവുന്നതായിരിക്കും നല്ലത്. ഇവരെല്ലാം മേലോട്ട് പോകുന്നതായിരിക്കുമല്ലോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ ബൈക്കേഴ്സുണ്ട്, അല്ലാതെ കാറിലും ആൾക്കാരൊക്കെ ഉണ്ട്. എന്ത് രസമല്ലേ, കണ്ടില്ലേ? നൈസ്. കുറച്ചുകൂടെ ഏർലി മോർണിംഗ് വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പം നേരം വെളുത്തു തുടങ്ങിയില്ലേ. നല്ല രസമുണ്ട് ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണ് അല്ലേ. നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇവിടെ. ഈ നേച്ചറിൻ്റെ ആയിട്ടുള്ളൊരു, ഈ മരങ്ങളിലേക്ക് ഒരു മണം. അവിടെ ഒരു വണ്ടിക്ക് 10 രൂപ വെച്ച് മേടിക്കുന്നുണ്ട് അവർ. റിസീപ്റ്റൊക്കെ തന്നു. എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ആരെങ്കിലും ഡൂക്കിൽ പിള്ളേർ വല്ലതാണോന്ന്. അവർ ചുമ്മാ നിന്ന് കൈ കാണിച്ചിട്ട് ഏതായാലും റെസിപ്റ്റൊക്കെ തന്നിട്ടുണ്ട്. 10 രൂപ ഒരു വണ്ടിക്ക് വെച്ച്. ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ വഴി ഇപ്പോഴും കണ്ട് ടാർ ചെയ്തേ ഉള്ളെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഒരു ഫ്രഷ് ഫീൽ. അതും പക്ക പോളിഷ്ഡ് ടാറിങ്ങൊന്നും അല്ല. ഇത് അങ്ങോട്ട് നോക്കി, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇവിടെ ആൾക്കാരൊക്കെ ഫോട്ടോയ്ക്ക് എടുക്കുന്നുണ്ട്. ഇത് വ്യൂ പോയിന്റ് എന്തുവാണ്. നമ്മളങ്ങനെ അതിൻ്റെ മുകളിലോട്ട് പോവാണ്. ഡിഡി ഹിൽസിൻ്റെ ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഉണക്കായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളെ. അവിടെ താഴെ ഒരു കെട്ടിടമൊക്കെ ഉണ്ട്, ഒരു പൊളിഞ്ഞ കെട്ടിടം. ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലണമെന്ന് തോന്നുന്നു. ഇവിടെയും പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ആരാണ്ടൊക്കെ, ഉണ്ടല്ലേ. ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്.
ഇവിടെ കുറേ സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എന്നുവെച്ചാൽ ചുമ്മാ നടന്ന് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടൈമുകൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ. ഈ ഫുള്ള് മരങ്ങളും തണലും. ഇതുവരെ അങ്ങനെ ചൂടൊന്നുമില്ല, സമയമൊന്നും ആയില്ല ചൂടടിക്കാനുള്ള. ഇവിടെ നോക്കിയാൽ താഴത്തെ റോഡും എല്ലാം കാണാം, നല്ല വ്യൂ ആണ്. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല കോടയൊക്കെ കിട്ടിയേ. പറയുന്നത് കേട്ടു ഇവിടെ ആൾക്കാർ. കണ്ടില്ലേ, ഇവിടെയും പ്ലാസ്റ്റിക് കൊണ്ടിട്ടിട്ടുണ്ട്. എല്ലായിടത്തും ഇതൊക്കെ തന്നെ. നമ്മളങ്ങനെ ഇവിടെ കുറച്ച് നേരം ഇരുന്നു. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 7:45 അപ്പോൾ പിന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് കൂടി തുടങ്ങി. അതുകൊണ്ട് ആ ഒരു പീസ്ഫുൾനെസ് അതൊക്കെ കുറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ട് പോകാം. ഏർലി മോർണിംഗ് വരുന്നതാണ് ഇവിടെ അടിപൊളി. ഞാൻ വന്നപ്പോഴൊക്കെ നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ വെയിൽ വന്ന് തുടങ്ങി, ആൾക്കാരും വന്നു തുടങ്ങി. ആ സൈഡിലൊരു ടെമ്പിളാണ് കാണുന്നത്. അവിടെ മലയുടെ മുകളിലൊരു ടെമ്പിളുണ്ട്. അത് നമ്മൾ സ്റ്റെപ്പ് വഴി എന്തൊക്കെ കയറി പോകണം. അങ്ങനത്തെ ആണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, അത് ഇതാണ് ടെമ്പിളിലോട്ടുള്ള വഴി. ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം. ഇതൊക്കെ താഴെ നിന്ന് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് അവർ. അല്ലാതെ റോഡ് ഇവിടം വരെ എത്തത്തുള്ളൂ നമുക്ക് വണ്ടിയെല്ലാം. ഇവിടെ നമുക്ക് അതിൻ്റെ മേളിൽ വരെ കയറുമ്പോഴാണ് ടെമ്പിളുള്ളത്. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഏർലി മോർണിംഗ് ആണെങ്കിൽ ഒരു 2 മണിക്കൂർ സംതിങ്ങേ ഉള്ളൂ ഇവിടെ വരാൻ. ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം 90 കിലോമീറ്റേഴ്സിന് അടുത്തേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ വീക്കെൻഡൊക്കെ വന്നിട്ട് പോകാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണത്. നല്ല പ്ലേസാണ്. റൈഡും ആസ്വദിക്കാം. റൈഡിങ് ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പം, കാരണം നല്ല വഴിയാണ്. കുറേ ഫോട്ടോസൊക്കെ നല്ല എടുക്കാൻ പറ്റും. നമ്മൾ ആ ഹിൽസിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ പോവാണ്. എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ആൾക്കാർ കയറിയിട്ട് പോകുന്നുണ്ട്, വരുന്നുണ്ട്. എനിക്കൊന്ന് ഇതാ തുംകൂറിൽ ചെന്ന് ചാടുന്ന വഴിയാന്ന് തോന്നുന്നു. ഒരു മയിൽ, ആൺമയിൽ പറക്കുന്നു. നല്ലൊരു മണമുണ്ട് ഇവിടെ എല്ലാം. എന്തോ ഒരു ഫ്രഷ് ഗന്ധം. എന്തോ ഒരു പൂക്കളുടെയൊക്കെ മണം. എനിക്കൊന്ന് ഏതെങ്കിലും മരങ്ങളിലെ പൂക്കളുടെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. കാടിൻ്റേതായിട്ടൊരു മണമുണ്ട്. നല്ല പ്ലേസാണ്, ഞാൻ പറഞ്ഞില്ലേ. നല്ല സുഖമുണ്ട് ഇങ്ങനെ ഈ ഭാഗത്തൂടെ പോകും. ഒരു തണുപ്പും നല്ലൊരു ശ്വാസമൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. ആ ഈ ഓക്സിജൻ്റെ ലെവൽ നമുക്ക് അറിയാൻ പറ്റും. ഫുള്ള് കുരങ്ങന്മാർ. ഇതൊരു പാർക്കാണ്. പാർക്കിലും ചുമ്മാ ഒന്ന് കയറി. എന്തായാലും ഇങ്ങനെ വന്നല്ലേ, നമ്മളങ്ങനെ ആ പാർക്കിലും ചുമ്മാ ഒന്ന് കയറി. എന്തായാലും ഇങ്ങനെ വന്നല്ലേ. ഇവിടെ ഡിയറിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാ. കണ്ടില്ലേ,
കാണാൻ തോന്നുന്നു. ഡിയറിൻ്റെ പാർക്ക് മൊത്തം മാനുകളാണ്. കണ്ടോ പുള്ളിമാൻ. ഇഷ്ടം പോലെ മാനുണ്ട് ഇവിടെ. കുറേ എണ്ണമുണ്ട്, കൊമ്പുള്ളതും ഇല്ലാത്തതും അതുകൊണ്ടില്ല. പക്ഷേ വെയിലില്ലാതെ നിങ്ങളെ ഇച്ചിരി അടുത്ത് കിട്ടിയതിന് കാണാൻ പറ്റിയെങ്കിൽ കൊള്ളായിരുന്നു. നല്ല പീസ്ഫുൾ സ്ഥലമാണ് ഇവിടെ. നല്ല രസമാണ് ഇവിടെ. ഈ ടൈം സ്പെൻഡ് ചെയ്യാനൊരു പ്രത്യേക സുഖമുണ്ട്. മൃഗങ്ങളും കിളികളും. ബോർവെല്ലിൻ്റെ പൈപ്പ് ഇപ്പം ഇതങ്ങനെ നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടാൻ ചാൻസ് കുറവാണ്. പണ്ട് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളവിടെ ഈ പൈപ്പ് ലൈൻ വന്നപ്പോൾ പിന്നെ അങ്ങനെ അധികം അങ്ങനെ കാണാറില്ല ഈ സാധനം. നമ്മളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പാർക്കിലായിരുന്നു ഞാൻ ഇത്ര നേരം. ഇപ്പോൾ ഓൾമോസ്റ്റ് 8:40 ആയി. നല്ല റൂട്ടാണ് ഈ റൂട്ട്. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. നമ്മൾ വന്ന വഴി അപ്പുറത്തെ റൂട്ടാണ്. ഇത് ഇപ്പുറത്തൂടെ നമ്മൾ വേറെ റൂട്ടിൽ കൂടെ ആ മെയിൻ റോഡിൽ ചെന്ന് ചാടും. നല്ല നല്ല ശ്വാസമുണ്ട് ഇവിടെ. എന്തോ ഒരു പ്രത്യേക ഫീൽ. ഇവിടുത്തെ കാറ്റിനും ഇവിടുത്തെ എയറിനൊക്കെ ഒരു നല്ല മണം. സത്യം ഈ യൂക്കാലിയുടെയൊക്കെ മണമില്ലേ, അതൊക്കെ ഒരു അതുപോലൊരു മണം. അതുതന്നെ അധികം പറയുന്നില്ല. എന്തോ ഒരു പ്രത്യേകതയുള്ള മണം. ഒരു പ്രത്യേക കുളിർമയൊക്കെ ഉണ്ട് ഈ റൂട്ട്. വൾക്കൻ, കവാസക്കി വൾക്കനാണ് പോയത്. ഉണ്ടല്ലേ, എന്ത് ഫീലുള്ള റോഡാണെന്നറിയോ. നല്ല റൂട്ട്, നല്ല റോഡും. ഈ ചെല്ലുന്നിടത്തുനിന്ന് നമ്മൾ ലെഫ്റ്റാണ് തിരിയേണ്ടത്. അത് സ്റ്റേറ്റ് ഹൈവേ തന്നെ. നമ്മൾ മറ്റേ മുമ്പ് ഇങ്ങോട്ട് വരുന്ന വഴി നമ്മൾ അവിടെ നിന്ന് റൈറ്റ് കയറിയായിരുന്നു. ഇപ്പം നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തി. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി സ്ഥലമാണ്. കാരണം കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ നന്ദി ഹിൽസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഒറ്റ സ്പോട്ടാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഇവിടെ DD ഹിൽസിൻ്റെ ചുറ്റും ഇനിയുണ്ട് സ്ഥലങ്ങൾ കാണാൻ. ഞാൻ ജസ്റ്റ് 2 പ്ലേസ് 3 പ്ലേസ് എന്തോ കണ്ടുള്ളൂ. കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് വേണമെങ്കിൽ ഉച്ചയാകുമ്പോൾ തിരിച്ച് ബാംഗ്ലൂർ ചെല്ലാം. അങ്ങനത്തെ സ്ഥലമാണ്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഉണ്ടല്ലേ, ഫോട്ടോ ഒക്കെ എടുക്കാനും എന്തൊക്കെ അടിപൊളി സ്ഥലം. നല്ല ക്ലൈമറ്റും. ഈവൻ നല്ല റോഡും. അതൊരു ഫാക്ടറാണ്. റൈഡൊക്കെ വരുമ്പോൾ റോഡ് നല്ലതായിരിക്കണമല്ലോ. പിന്നെ വലിയ തിരക്കുമില്ല, വലിയ റഷൊന്നും ഇല്ലാത്ത ഏരിയയാണ്. പുതിയ ടയർ ഇതുവരെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. വണ്ടി ഭയങ്കര നിമ്പിള്. നമുക്ക് സൈഡ് ടു സൈഡ് മൂവ്മെൻ്റ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നും റോഡ് ഫെയറിനേക്കാളും. അത് വെയിറ്റ് കുറവുള്ളതുകൊണ്ടാണ്. ഈ ടയറിന് വെയിറ്റ് അധികം ഇല്ല. പിന്നെ അധികം ഓടിയിട്ടില്ല. വെറ്റ് ഗ്രിപ്പും ഞാൻ നോക്കിയിട്ടില്ല. ബാക്കി നോർമലിലൊക്കെ എനിക്ക് ഭയങ്കര നിമ്പിളായിട്ട് ഫീൽ ചെയ്തു. അതാണ് ഏറ്റവും നമുക്ക് പെട്ടെന്ന് തോന്നുന്നൊരു വ്യത്യാസം. ഗ്രിപ്പിൽ ഇതുവരെ ഞാൻ കംഫർട്ടബിളാണ്. അല്ലാതെ ഞാൻ ഒരുപാട് പുഷ് ചെയ്യാനൊന്നും പോയിട്ടില്ല. ബാംഗ്ലൂർ ഉള്ളവർക്കൊക്കെ വീക്കെൻഡ് വന്ന് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോലെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്, DD ഹിൽസ്.
കാരണം കണ്ടില്ല, ഇപ്പം ഞാൻ ഇപ്പോൾ 8:45 ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അവിടെ കുറച്ച് 2-3 സ്ഥലമെങ്കിലും എക്സ്പ്ലോർ ചെയ്തിട്ട് ഇറങ്ങുക. ആ ഒരു കൺസെപ്റ്റിൽ, അതും ഞാൻ ഇറങ്ങിയത് 5:30 ഒക്കെ ഉണ്ടായപ്പോഴാണ്. അങ്ങനെ നോക്കുമ്പം നമുക്ക് വന്ന് സുഖമായിട്ട് വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അങ്ങനെ പിന്നെ തുംകൂർ ഇഷ്ടംപോലെ പ്ലേസസ് ഉണ്ട്. ഇത് എൻ്റെ പൊന്നെ, എന്തോ വ്യൂ ആണ് നോക്കി. ഞാൻ പിന്നെ തുംകൂറോട്ട് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ രാവിലെ ഒരു മോർണിംഗ് റൈഡ് ഇറങ്ങിയതാണ്. പിന്നെ ഇനി ഒരുപാട് നേരം നിന്ന് ചിലപ്പോൾ വെയിലാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ബൈക്ക് എടുത്ത് ഇറങ്ങിയതാണ്. നൈസ് സ്പോട്ടാണ് DD ഹിൽസ്. നിങ്ങൾക്ക് സുഖമായിട്ട് വന്ന് കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം. ബൈക്ക് റൈഡിനൊക്കെ പറ്റിയ പ്ലേസാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം കണ്ടവർക്കെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.